പിറന്നാളൂട്ടിയുടെ മോള് അവളെവിടെ സത്യേട്ടാ? കഴിഞ്ഞു, തൊഴുതെഴുന്നേറ്റോളൂ. കൃഷ്ണ സർവേശ്വര, വലിയ ഉപകാരം കുഞ്ഞെ. മോളെ പേരെന്താ? ഗൗരി. അമ്മാവൻ തനിച്ചാ വന്നത്? സഹായത്തിന് ആരെങ്കിലും കൂട്ടായിരുന്നില്ലേ? സഹായിക്കാനുള്ളവരെ തല്ലി ഓടിച്ചില്ലേ, പിന്നെ ആരെ സഹായിക്കാനാ മോളെ? 16-ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോയതാ എന്റെ മോൻ. തല്ലി ഓടിച്ചതാ ഞാൻ. അത് ഒരു നിസ്സാര കാര്യത്തിന്. വിഷമിക്കണ്ട, വരും. അധികം താമസിയാതെ ആ മോൻ അമ്മാവനെ വന്ന് കാണും. നോക്കിക്കോ, ഞാനും പ്രാർത്ഥിക്കാം. സങ്കടപ്പെടണ്ട കേട്ടോ. ഗൗരി മോളെ, നീ ഇവിടെ വന്ന് നിൽക്കുക. മോളും മിടുക്കിയ കേട്ടോ. ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി നന്നായി വരും. അതെ, ആരാ കക്ഷി? എന്റെ ഒരു ഫ്രണ്ട്, ഇപ്പൊ പരിചയപ്പെട്ടതേ ഉള്ളൂ. ഓഹോ, ഓടിയോടന. അല്ല, ചേച്ചി വലിയ ഗൗരവത്തിലാണല്ലോ. ലണ്ടനിൽ പോകാനുള്ള ആപ്ലിക്കേഷൻ സാക്ഷാൽ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചില്ലേ? ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ലെന്നേ. നീ അവളെ ദേഷ്യം പിടിപ്പിക്കാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ? അയ്യോ, എന്റെ കണ്ണേ. വന്നേ. വാ മോളെ. ஆண்டவா, ஏழைகளை காப்பாத்துங்க. விநாயகா, நீதான் அப்பா பார்க்கணும். கடவுளே, நீதான் துணை. விநாயகா. വാ അച്ഛാ, വാ. എടാ കണ്ണ, നീ ഗൗരി മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. അമ്പടെ കള്ള, അവന്റെ ഒരു സോപ്പും കണ്ടില്ലേ? തിന്നോ തിന്നോ, നിറച്ച് കഴിച്ചോ. ഇത് കഴിഞ്ഞ് ശർക്കര ഉണ്ട് കേട്ടോ. എന്തൊക്കെയാ ശിവൻകുട്ടി വിശേഷങ്ങള്? അങ്ങനെ അങ്ങ് പോകുന്നു സാറേ. അടുത്ത ആഴ്ച ഇവന് സുഖചികിത്സ തുടങ്ങുക. ഇതിരിക്കട്ടെ. ഒരു ആനവാല് തരാമോ? ഏയ് വേണ്ട, അവനെ വെറുതെ നോവിക്കണ്ട. ചേച്ചിക്ക് എന്തിനാ ഇപ്പൊ ആനവാല്? അതറിയില്ലേ മോൾക്ക്? പേടി മാറാൻ ബെസ്റ്റ് അല്ലേ ബെസ്റ്റ്. ഓ പിന്നെ, ഇനി ആനവാല് കെട്ടാത്തന്റെ കുറവ് കൂടിയേ ഉള്ളൂ. ഈ വാര്യരങ്ങളോ ചേച്ചിക്ക് ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ സംസാരം പ്രവൃത്തിയൊക്കെ നല്ലതാണെങ്കിലേ നമുക്ക് പിന്നെ ആരെ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ അച്ഛാ? പിന്നല്ലാതെ. അയ്യോ അച്ഛാ, അയ്യേ, ഡോക്ടർ ആവാൻ പോണ ആൾ ഇങ്ങനെ പേടിച്ചാലോ? ഇതിപ്പോ ആനവാല് ചേച്ചിക്കല്ല, അനിയത്തിക്ക് അത്യാവശ്യം. മതിയോടെ എന്റെ മോളെ കളിയാക്കിയത്. പോട്ടെ മോളെ. Happy birthday to you. Happy birthday to you. താങ്ക് യു കുഞ്ഞുമാളു. ഗൗരി ചേച്ചിയുടെ മാളോട് പഠിക്കുന്നുണ്ടോ നന്നായിട്ട്? ഞാനൊന്നും ഫസ്റ്റ് അടിക്കുമല്ലോ. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് എന്നും എനിക്ക് ക്ലാസ്സും കിട്ടും. ആഹാ, വെരി ഗുഡ്, മിടുക്കി. എല്ലാ ദിവസവും 8 മണി വരെ കിടന്നുറങ്ങുന്ന ആളാ. ഇന്ന് ഗൗരിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോ രാവിലെ 6 മണിക്ക് തന്നെ ആള് റെഡി. ആണോടി കുറുമ്പത്തി? വാ, എല്ലാവർക്കും ഞാൻ സ്വീറ്റ്സും ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറിയാൽ ഒരു 6 മാസം അതിനുള്ളിൽ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്നാ ഓണർ പറയുന്നത്. ഇനി എങ്ങോട്ട് മാറാന്നാ എഴുത്തച്ഛൻ വിചാരിക്കുന്നത്? അതാ പ്രശ്നം. ഇതുപോലൊരു സ്ഥാപനത്തിന് വേണ്ടിയാന്നറിയുമ്പോൾ സഹകരിക്കാൻ പലർക്കും മടിയാ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ആരോരുമില്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയാൻ സ്വന്തമായിട്ടൊരു കൂര ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. സ്വന്തമായി പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ കെട്ടിടത്തിനുള്ള ഗ്രാന്റ് നൽകാമെന്ന് വെൽഫെയർ മിനിസ്റ്റർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ ആ വഴിക്കൊന്ന് ശ്രമിച്ചുകൂടെ? ശ്രമമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കുറച്ച് ഉള്ളിലോട്ട് മാറി 10-30 സെന്റിന്റെ ഒരു പ്ലോട്ട് കാണുകയും ചെയ്തു. ഒരു NRIയുടെയാ.
കാര്യം പറഞ്ഞപ്പോ അയാൾക്ക് താല്പര്യമുണ്ട്. വിലയാണ് പ്രശ്നം. എത്ര കുറഞ്ഞാലും ഒരു 10-15 കൊടുക്കേണ്ടി വരും. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ. അല്ല, അതിപ്പോ എന്താ ഇവിടെ ഒരു സ്വകാര്യം? കുറച്ചേരം ആയല്ലോ. നന്ദനത്തിന് സ്വന്തമായിട്ട് ഒരു തുണ്ട് സ്ഥലം വാങ്ങിക്കുന്ന കാര്യം അച്ഛനോട് സംസാരിക്കുകയായിരുന്നു മോളെ. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ അല്ലേ അച്ഛാ? അതെ അതെ, കാര്യമൊക്കെ നല്ലത് തന്നെ. പക്ഷെ പണമാണല്ലോ മോളെ പ്രശ്നം. ലക്ഷങ്ങൾ വേണ്ടേ? ഒക്കെ നടക്കും അങ്കിൾ. ധൈര്യമായിട്ടെങ്കിലും മുന്നോട്ട് വയ്ക്കും. ഏതായാലും നന്ദനത്തിന് സ്വന്തം സ്ഥലം വാങ്ങാൻ വേണ്ടി ദേ ഈ നിൽക്കുന്ന സത്യപ്രകാശ് മേനോന്റെ വകയായി 5 ലക്ഷം രൂപ ഞാൻ ഗ്യാരണ്ടി. പോരെ? എന്താച്ചാ, ഓക്കെ അല്ലേ? പിന്നല്ലാതെ. നീ പറഞ്ഞ പിന്നെ അപ്പീലുണ്ടോ? ഈശ്വര, മുന്നോട്ട് പോകാമെന്ന് ഇപ്പൊ ഒരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്. ഹലോ. റോബർട്ടെ, ഗുഡ് മോർണിംഗ്. ഉവ്വ്, മറന്നിട്ടില്ല. ഫണ്ട് 2 ദിവസത്തിനുള്ളിൽ റെഡിയാവും. ഞാൻ എത്തിക്കാം. ഇല്ലെന്നേ. വേണ്ടന്നേ, ഞാൻ വിളിച്ചോളാം. ഉറപ്പ്. ശരി ശരി, ഓക്കെ. റോബർട്ടാ? മനസ്സിലായി. ഇന്നലെ രാത്രി എന്നെയും വിളിച്ചിരുന്നു. അവധി പറഞ്ഞ ഡേറ്റിന് 2 ദിവസം കൂടെ ഉള്ളെന്ന് ഓർമ്മിപ്പിക്കാൻ. റോളിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു റോളിംഗ്? പണിക്കരെ കയ്യിൽ നിന്ന് വാങ്ങി റോബർട്ടിന് കൊടുക്കുക, റോബർട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പെരുമാളിന് കൊടുക്കുക. ഇതെങ്ങോട്ടുള്ള പോക്കാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കപ്പലും മുങ്ങിക്കൊണ്ടിരിക്കുവാണെന്ന് അറിയാതാ മോളിങ്ങനെ ഓരോന്നിനും വാരിക്കോരി കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ ഒറ്റയടിക്ക് 5 ലക്ഷം മാറി കിട്ടിയത്. സാരയില്ലടോ, അവൾക്കൊന്നും അറിയില്ലല്ലോ. അവള് വാക്ക് പറഞ്ഞു പോയില്ലേ. നടക്കട്ടോ, ഒരു നല്ല കാര്യത്തിനല്ലേ. താൻ ആ പണിക്കരൊന്ന് വിളിച്ചേ. പറ്റിയാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യ്. വിളിക്കേ. ഗൗരി, നമുക്ക് പോവാം പ്ലീസ് ചേച്ചി. എല്ലാ തവണയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്കൊപ്പം അല്ലേ? ഇത്തവണ നമ്മൾ കഴിക്കാതെ പോയാ ഈ പാവങ്ങൾക്ക് സങ്കടാവില്ലേ? ഇനി എല്ലാരും വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എഴുത്തച്ഛൻ സാർ അച്ഛനെവിടെ? ഞാൻ വിളിക്കാം. ഇതെല്ലാവർക്കും കൊടുക്കണേ. വാ മോളെ. എന്താടി ഇത്, നല്ലൊരു ദിവസമായിട്ട്. വാ, വന്നേ. പിറന്നാളുകാരി വരുന്നുണ്ടേ. ഓ, രണ്ടാളും ഭയങ്കര നേരത്തെയാണല്ലോ ഇന്ന്. ഞാൻ കരുതി നമ്മുടെ കാര്യം മറന്നുപോയി. പിന്നെ പിന്നെ എന്റെ ഗൗരിക്കുട്ടിയുടെ പിറന്നാള് മറന്നിട്ടുള്ള വല്ല കാര്യവും ഈ അബ്ദുപ്പാപ്പനുണ്ടോ മോളെ? ഇതെന്റെ ഗൗരിക്കുട്ടിക്ക്. ഓ പിന്നെ അടിക്കാത്ത പൊട്ട ലോട്ടറി കൊണ്ട് വന്നിരിക്കുക ആളെ പറ്റിക്കാൻ. ആരോട് സംസാരിക്കുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അവള് പറയട്ടെ പ്രഭാമേ, അത് കേൾക്കാനാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. ഗുഡ് മോർണിംഗ് ഗൗരിക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ആന്റി. അങ്കിൾ എവിടെ? ഇവിടെ ഉണ്ട്. വെറും വിഷു മാത്രം പോരാട്ടോ, നല്ല ഉഗ്രനൊരു ഗിഫ്റ്റുമായി ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നേക്കണം രണ്ടാളും. ഓ, ഉത്തരവ് ഉത്തരവ്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അകത്തുണ്ട്, വരൂ. അബ്ദു ഇത്തവണയും പതിവ് തെറ്റിച്ചില്ലല്ലോ. കൊച്ചുമോളെയും കൂട്ടി നേരത്തെ എത്തി. അതങ്ങനാടോ, ചിലരുടെ അടുപ്പത്തിനും ബന്ധത്തിനും ഒക്കെ രക്തബന്ധത്തെക്കാൾ ശക്തി കൂടും. എത്ര വർഷത്തെ അടുപ്പമാ മേനോനും അബ്ദുവും തമ്മിൽ. അതുപോലെ തന്നെയാ ആ കുട്ടികളുടെ കാര്യവും. അതുകൊണ്ടല്ലേ അബ്ദുവിൻ്റെ കൊച്ചുമോളെ അന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് റാഗ് ചെയ്ത് കൊന്നവർക്കെതിരെ ഗൗരി കോടതിയിൽ സാക്ഷി പറഞ്ഞതും. കൊച്ചിനെ കൊണ്ട് കോടതിയിൽ സാക്ഷി പറയിക്കരുതെന്ന് എത്ര പേര് ഏതൊക്കെ രീതിയിൽ മേനോനെ പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും അതിനൊന്നും വഴങ്ങാതെ
മേനോൻ മോളെ കൊണ്ട് സാക്ഷി പറയിച്ചില്ലേ? അതാ ആ ആത്മബന്ധത്തിന്റെ ശക്തി. അബ്ദുവിന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. മരുമോൻ മരിച്ചപ്പോ ആ പെങ്കുച്ചിലായിരുന്നു ഏക പ്രതീക്ഷ. മെഡിസിൻ അഡ്മിഷൻ കിട്ടിയപ്പോ ആ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയതാ. കഷ്ടം. ആ വെറുതെ ആശിക്കാനല്ലേ നമുക്ക് പറ്റൂ. ആ കൊച്ചിന്റെ വിധി കൂടെ പഠിക്കുന്നവരുടെ കൈകൊണ്ട് തീരാനായിരുന്നു. ആ രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. സെലക്ഷൻ ദേ ഈ പഹയത്തിയുടെയാ. എന്തിനാ അബ്ദു വെറുതെ ഇതൊക്കെ വാങ്ങി കാശ് കളയുന്നത്? എല്ലാ തവണയും ഞാൻ പറയാറുള്ളതല്ലേ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ പ്രഭാമേ? എന്റെ നിസാമോള് തരുന്നതായിട്ട് കരുതിയാ മതി. അവളാ തരുന്നതെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വേണ്ടെന്ന് പറയൂ. എന്താ അബ്ദു, നിസമോൾക്ക് പകരമാവില്ലെന്നറിയാം. എന്നാലും ദാ ഇവളില്ലേ നിങ്ങൾക്ക്? അറിയാം സാറേ, ഇവള് ഞങ്ങളുടെ നിസാമോള് തന്നെ. എന്നാലും പൊരയിലൊരുത്തിയുടെ മുഖം കാണുമ്പം ചങ്ക് കലങ്ങിപ്പോവുക സാറേ. കെട്ടിയോ മയ്യത്തായി 1 കൊല്ലം തികയുന്നതിന് മുമ്പ് അവിടെ മോളെയും പടച്ചോനങ്ങ് വിളിച്ചില്ലേ? ഏയ് അബ്ദു. ആ പിന്നെ ഒരു കാര്യം ഓർക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. എന്റെ കുഞ്ഞിനെ കൊന്ന ദ്രോഹികൾക്ക് ഇത്രയുമെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് എന്റെ ഗൗരിമോള് മനസ്സ് വെച്ചത് കൊണ്ടാ. കോടതിയിൽ അവള് സാക്ഷി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പിശാചിന്റെ മക്കള് ഇപ്പോഴും നെഞ്ചം വിരിച്ച് നടക്കുമായിരുന്നില്ലേ? പടച്ചോൻ അത്രയെങ്കിലും കരുണ കാട്ടിയല്ലോ ഞങ്ങളോട്. പോട്ടടോ. സീനത്തിനെയും കൂടി കൂട്ടായിരുന്നില്ല മോളെ? ഉമ്മ വരില്ല ആന്റി. വന്നാലും ഓരോന്നൊക്കെ ഓർത്ത് കരഞ്ഞും പറഞ്ഞു ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാ ഞാൻ നിർബന്ധിക്കാത്തെ. സാരയില്ല രംലേച്ചി, ഉച്ച കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സീനമ്മയുടെ സങ്കടമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. രംലേച്ചി വാ, അതിനു മുമ്പ് ആദ്യം ഇവിടെ ഒരാളുടെ സങ്കടം മാറ്റാനുണ്ട്. ഒന്ന് സൂക്ഷിച്ചോണ്ടേ മേനോ സാറേ. മോളും പ്രഭാമയൊന്നും കേൾക്ക പറഞ്ഞില്ലെന്നേ ഉള്ളു. ആ പൂക്കാടന്റെ കാര്യമാ. മോളെ ജയിലിൽ കയറ്റതിന് ഹാലിളകി നടക്കുകയല്ലേ തന്തേ മോനും. ഏയ് അതൊന്നും സാരമില്ല അബ്ദു. അവരെന്ത് ചെയ്യാനാ നമ്മളെ? റോബർട്ടിനോട് പിന്നെ ഒരു അവധി ചോദിക്കാം. അതുപോലല്ല ഈ പിശാച്. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് മുമ്പേ അവനെ സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകും. മാർക്കറ്റിൽ നിന്ന് നടന്നത് ഒരു സ്ഥിരം കലാപരിപാടി ആക്കും അവൻ. അറിയാടോ, നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ നടന്നതൊന്നും താൻ അകത്തോട്ട് കെട്ടി എഴുന്നള്ളിക്കരുത്. പ്രഭയ്ക്കും മക്കൾക്ക് ഇതൊന്നും അറിയില്ല. ഒന്നും ഞാൻ അവരറിയിച്ചിട്ടില്ല. അത് പിന്നെ എനിക്കറിയില്ലേ. എന്നാ പിന്നെ ഞാൻ കേറുന്നില്ല. ചെല്ലട്ടെ. അപ്പോ നാളെ കാണാം. ശരി. അല്ല, വാര്യര് പോവാണോ? വീട്ടിൽ നിന്ന് അവള് വിളിച്ചോണ്ടിരിക്കുക. രാവിലെ ഇറങ്ങിയതല്ലേ. എന്താ ലേറ്റായേ? 1-2 പേരെ കാണാനുണ്ടായിരുന്നു. നീ ഒരു ചായ എടുക്ക്. നല്ല തലവേന. അയ്യോ, എന്തു പറ്റി? ബാം വല്ലതും പുരട്ടണോ? ഏയ് ഒന്നും വേണ്ട. കടുപ്പത്തിലൊരു ചായ കിട്ടിയാൽ മതി.
സത്യേട്ടൻ എന്താ നോക്കുന്നേ? സത്യേട്ടാ, എന്തു പറ്റി? ഇവിടൊന്നും അല്ലല്ലോ ആള്. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. അത് കാണുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്നുള്ള ഈ ആലോചനയും പിരിമുറുക്കും ഒക്കെ. കാര്യം പറയുന്നുണ്ടോ? ഒന്നുമില്ലാന്നേ, നിനക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക് തോന്നുന്നുണ്ടെങ്കിലേ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് തന്നെയാ. സത്യം പറ മേനോനെ, എന്താ ഉണ്ടായത്? എന്താ പ്രശ്നം? എന്റെ പ്രഭേ, നിനക്കെന്താ? എനിക്കൊരു കുഴപ്പമില്ലാന്നേ. സത്യേട്ടാ, കൊല്ലം 24 കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്നോട് പറയാത്തതായി ഈ ജീവിതത്തിൽ ഒന്നുമില്ലെന്നാ ഇതുവരെയുള്ള എന്റെ വിശ്വാസം. നോക്ക്, എന്റെ ആ വിശ്വാസം സത്യമാണെങ്കിൽ ഇനി പറഞ്ഞേ, ഞാൻ അറിയാത്തതായി ഈ മനസ്സിലൊന്നുമില്ലെന്ന് സത്യം ചെയ്യ്. പ്രഭേ, അത് പിന്നെ അച്ഛാ, എന്താ ഇവിടെ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? എന്ത് ഗൂഢാലോചന? ഒന്ന് പോടി. അതെ, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ഓ, അത്രയ്ക്ക് സീരിയസ് ആണോ? എന്താ മാറ്റർ? കാര്യമൊക്കെ പറയാം, പക്ഷെ അത് പറയുമ്പോ അച്ഛൻ കാല് മാറാൻ പാടില്ല. ഏട്ടോ, അത് കാര്യം എന്തെന്ന് അറിഞ്ഞാലേ പറ്റൂ. നീ കാര്യം പറ. അത് ചേച്ചിയുടെ കാര്യം. നീ സോപ്പും കൊണ്ട് വന്നപ്പോഴേ കാര്യം എനിക്ക് പിടികിട്ടി. അത് നടക്കില്ല മക്കളെ. അച്ഛന്റെ മൊത്ത് ആ കാര്യം മറന്നേക്ക്. അച്ഛ പ്ലീസ് അങ്ങനെ പറയല്ലേ. ചേച്ചി ഒരുപാട് ആഗ്രഹിച്ചല്ലേ. എബ്രോഡിൽ പോയി മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന ഒരു നല്ല കാര്യമല്ലേ അച്ഛാ? മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ അത് എബ്രോഡിൽ തന്നെ ആവണമെന്ന് അവൾക്കെന്താ ഇത്ര നിർബന്ധം? ഇവിടെ എങ്ങും കൊള്ളാവുന്ന യൂണിവേഴ്സിറ്റി ഇല്ലാഞ്ഞിട്ടാണോ അവള് ലണ്ടനിൽ? നോ മുത്തേ, ഈ കാര്യത്തിൽ നീ വെറുതെ വാശി പിടിക്കണ്ട. അത് നടക്കില്ല. പ്ലീസ് പ്ലീസ് അച്ഛാ, എന്നെ എന്റെ ഇഷ്ടത്തിന് പഠിക്കാൻ വിട്ടില്ലേ? അതുപോലെ ചേച്ചിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നൊരു മാസ്റ്റർ ഡിഗ്രി എന്ന് പറഞ്ഞ അതൊരു ചെറിയ കാര്യമാണോ? കോഴ്സ് കഴിഞ്ഞിറങ്ങിയ ഇന്റർനാഷണൽ ജെയിൻസ് പറയുന്ന ശമ്പളത്തിന് കൊത്തിക്കൊണ്ടുപോകും. ആഹാ, എന്റെ മക്കൾ അങ്ങനെ ഒരു ഭീമമാരും കൊത്തിക്കൊണ്ടു പോകണ്ടെങ്കിലോ? നാട്ടിൽ പഠിച്ചുകൊണ്ടുള്ള ഉദ്യോഗം മതി അവൾക്ക്. കഷ്ടമുണ്ട് അച്ഛാ. അച്ഛൻ വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. ഞാൻ ചേച്ചിക്ക് വാക്ക് കൊടുത്തത് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന്. പ്ലീസ് പ്ലീസ് അച്ഛാ, ഞാനല്ലേ പറയുന്നേ. അച്ഛന്റെ ഗൗരി മോളല്ലേ. നീ കൈവിട്. ഗൗരി, ഒന്ന് അടങ്ങുന്നുണ്ടോ നീ? അച്ഛൻ ആകെ ടയർഡായിട്ടാ വന്നിരിക്കുന്നേ. ഗൗരി, മോള് വിഷമിക്കണ്ട. അച്ഛനൊന്ന് ആലോചിക്കട്ടെ. ശരിക്കും ആലോചിക്കോ? ആലോചിക്കാതെ അത്ര മതി. ഇനി എനിക്കറിയാലോ എന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന്. എന്റെ പൊന്നച്ഛനല്ലേ. സത്യേട്ടാ, ready for a news break? ഒരു സന്തോഷ വാർത്ത പറഞ്ഞ എനിക്കെന്ത് തരും? Hey girl, you're going to fly. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നതിനായി ഗായത്രി മേനോൻ എന്ന സുന്ദരിക്കുട്ടി വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യൂറോപ്പിലേക്ക് പറക്കുന്നു. ഹൗസ് ഇറ്റ്? സത്യ ചേച്ചി, ഞാൻ എത്ര കെഞ്ചി പറഞ്ഞിട്ടാണെന്നോ അച്ഛൻ ഇക്കാര്യം ആലോചിക്കാന്ന് പറഞ്ഞത്. ഓ, ആലോചിക്കാന്ന്? അതെങ്ങനെ സമ്മതാകും? ഇതാ കുഴപ്പം. അപ്പൊ ഞാൻ ഈ കഷ്ടപ്പെട്ടതിനൊന്നും ഒരു വിലയില്ലെന്നാണോ? പറ്റില്ലെന്ന് കട്ടായം പറഞ്ഞ ആളെ കൊണ്ട് ഒടുക്ക ആലോചിക്കാന്നെങ്കിലും പറയിച്ചില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? ചേച്ചി നോക്കിക്കോ,
നാളെ ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ ഞാനിവിടെ. അച്ഛനെ കൊണ്ട് ഞാൻ ചേച്ചിയോട് നേരിട്ട് സമ്മതം പറയിപ്പിച്ചിരിക്കും. പോരെ, ഇനി എന്റെ ചുന്ദരി കുട്ടിയെന്ന് ചിരിച്ചാൽ. തന്നെയും മക്കളെയും ഒന്നും അറിയിക്കരുതെന്നായിരുന്നു മനസ്സിൽ. പക്ഷേ ഇപ്പൊ തോന്നുന്നു ഇയാളോട് കുറച്ചു നേരത്തെ ഇത് പറയായിരുന്നു എന്ന്. മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടിപ്പോ. എന്താടോ താനൊന്നും മിണ്ടാത്തെ? ഞങ്ങളുടെ എല്ലാം മുന്നിൽ ചിരിച്ചു കളിച്ച് നിൽക്കുമ്പോഴും എല്ലാം ഒറ്റയ്ക്ക് ഉള്ളിലിട്ട് നീറ്റുമായിരുന്നു അല്ലേ? നന്നായി സത്യേട്ട, നന്നായി. പിന്നെന്താ ഈ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം? ഞാൻ ആരാ സത്യേട്ടന്റെ? അങ്ങനൊന്നും പറയലടോ. ഒക്കെ അറിയുമ്പോ താനും കൂടി സങ്കടപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാ. പോട്ടെ, സാരില്ല. ഇങ്ങനെ അങ്ങോട്ട് തകരാൻ മാത്രം എന്താ സത്യേട്ട ബാങ്കിൽ സംഭവിച്ചത്? അത് പറയാൻ പല കാരണങ്ങളുണ്ട്. നമ്മുടെ പ്ലാനിങ്ങിലും ചില പിഴവുകളൊക്കെ പറ്റി. മറ്റുള്ളവരൊക്കെ വായ്പാ പലിശ കുത്തനെ കൂട്ടിയപ്പോഴും നമ്മളതിന് തയ്യാറായില്ല. പാവം പിടിച്ച ഇടപാടുകാർക്ക് അതൊരു ഗുണമാവെന്ന് കരുതി. പിന്നെ സാമ്പത്തിക മാന്ദ്യം. അങ്ങനെ ആശ്വസിക്കാൻ പല കാരണങ്ങളും കണ്ടെത്താം. പോരാത്തതിന് ബാങ്ക് പൊളിഞ്ഞൂന്ന് ആ പൂക്കാടനും മോനും നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പലവട്ടം പറയുമ്പോ ചിലരെങ്കിലും അത് വിശ്വസിച്ചു പോകും. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ നല്ലതും ചീത്തയുമായ സമയങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ ചീത്ത സമയമായിരിക്കും. മോളോട് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞതും ഇതുകൊണ്ടാണല്ലേ? ഏയ്, അതുമാത്രമല്ലടോ. മൊത്തത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവോ പേടിയോ അങ്ങനെ എന്തൊക്കെയോ പോലെ. അവളെ അവിടെ പഠിക്കാൻ വിട്ടിട്ട് പിന്നീട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വന്നാലോ? ഇപ്പോഴാണെങ്കിൽ വിട്ടില്ല എന്നുള്ള സങ്കടമല്ലേ അവൾക്കുണ്ടാവൂ. താൻ വിഷമിക്കാതെ, ഒക്കെ ശരിയാവുന്നേ. ഇപ്പോഴത്തെ ഈ ബാധ്യതയൊക്കെ എനിക്ക് തീർക്കാൻ പറ്റുന്നതേയുള്ളൂ. പക്ഷേ ഈ പലിശയാണ് ശ്വാസം മുട്ടിക്കുന്നത്. എല്ലാം ശരിയാവും സത്യേട്ട. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ദോഷവും ഈശ്വരൻ വരുത്തില്ല. മോളെ, 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 ചേച്ചി, മോളെ.